നമ്മുടെ ഈ അമ്പലത്തിലേക്ക് പോകുന്നേരം വണ്ടിയൊക്കെ താഴെ വെച്ചിട്ട് വേണം കേട്ടോ അങ്ങോട്ട് പോവാന്. പോയി കുറച്ചിങ്ങനെ നടന്നു വരുമ്പോ ഇതാ ഇങ്ങനെ കല്ലൊക്കെ പാകിയ വഴിയാണ്. കുറച്ച് ഭാഗം കല്ല് പാകിയ വഴിയുടെ ഇരോടി ഇതാ വെള്ളം ഒഴുകി, നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. കാട്ടിനുള്ളിലൂടെ കുറച്ചിങ്ങനെ നടന്നു വന്നാല് പിന്നെ അങ്ങോട്ട് നമ്മൾ അമ്പലത്തിൽ എത്തണമെങ്കിൽ കുറച്ചും കൂടെ റിസ്ക് ഉണ്ട് കേട്ടോ. കുറേ പടികൾ ഇങ്ങനെ കയറി വേണം പാറേന്റെ മുകളിലുള്ള അമ്പലത്തിലെത്താൻ. നേരത്തെ കല്ലിന്റെ മുകളിൽ കൂടെ വെള്ളം പോകുന്ന കാണിച്ചു തന്നില്ലേ? ഈ പാറക്കെട്ടിന്റെ മുകളിൽ കൂടെയാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ പോയി താഴോട്ട് പോകുന്നത്. മുകളിൽ എത്തി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാതാ ഈ ക്ഷേത്രക്കുളമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മലനിരകൾ കാണാം, നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സുന്ദര കാഴ്ചയാണ്. കാരണം പാറയുടെ മുകളിലായതിനാൽ ചുറ്റും മലനിരകളാണ്. നല്ല കാറ്റുണ്ടാവും. മഴ പെയ്താൽ പിന്നെ പറയാൻ വേണ്ട, കോടയൊക്കെ മൂടി നല്ല അന്തരീക്ഷമാണ് ഇവിടെ. ഇതാണ് ഈയാട്ടുള്ള മൂളൂർ ഭഗവതി ക്ഷേത്രം. ഗുളിയന്തറ, കരിയാത്തൻ എന്നിങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദിവസവും ഇവിടെ പൂജയൊന്നുമില്ല, പക്ഷെ ഇവിടെ ഉത്സവത്തിന് വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ ഉണ്ടാവാറ്. നിരവധി കോമരങ്ങളും തിറകളും ഒക്കെ ഉത്സവത്തിന് ഇവിടെ ഉണ്ടാവും. ഒരു നാടൊന്നാകെ ഈ പാറയുടെ മുകളിലേക്ക് ഉത്സവം കൂടാൻ എത്തിച്ചേരുകയാണ്.